ഒരു വേഴവട്ടത്തിലേറെയായി കേരളത്തിൽ വികസനം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് 2020. ആ 2020 എന്ന രാഷ്ട്രീയ പാർട്ടി വികസിത കേരളം എന്ന സ്വപ്നം മുന്നോട്ട് വയ്ക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയിലേക്ക് സ്വാഭാവികമായിട്ടും കടന്നു വന്നിരിക്കുന്ന സുദിനമാണ് ഈ ദിവസം. 2020യുടെ പ്രസിഡന്റ് സമാരാധ്യനായിട്ടുള്ള ശ്രീ സാബു ജേക്കബ്, അദ്ദേഹം ഇന്ന് ഈ സമയത്ത് NDAയുടെ ചെയർമാനും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച നടത്തി കഴിയുകയും NDAയിലേക്ക് പ്രവേശനത്തിന് സന്നദ്ധനാവുകയും ചെയ്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളെയും അതോടൊപ്പം തന്നെ നേതാക്കന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം 2020 ഇന്ന് കേരളത്തിലെ ഒരു നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ 4 ഗ്രാമപഞ്ചായത്തുകൾ 2020 വികസനമെന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് നയിക്കുകയാണ്. 2 ഗ്രാമപഞ്ചായത്തുകളിൽ 2020 പ്രതിപക്ഷ നേതൃസ്ഥാനത്തുണ്ട്. 89-ലേറെ ജനപ്രതിനിധികൾ 2020യുടേതായിട്ട് ഈ കേരളത്തിൽ ജയിച്ചു കഴിഞ്ഞു. 800-ലേറെ ജനപ്രതിനിധികൾ 800-ലേറെ ഗ്രാമപഞ്ചായത്തുകളിലേക്ക്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 2020 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും 12% വോട്ട് നേടാനും സാധിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് 2020. 2 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2020 പ്രതിപക്ഷ നേതൃനിരയിലുണ്ട്. അതുകൊണ്ട് തന്നെ NDAയെ സംബന്ധിച്ചിടത്തോളം വികസിത കേരളം എന്നുള്ള ആ സ്വപ്നത്തിലേക്ക് കേരളത്തെ നയിക്കുവാൻ ഏറെ ശക്തി പകരുവാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് 2020 ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ 2020യുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ സാബു ജേക്കബിന്റെ വരവ് ഞങ്ങൾക്കേറെ സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവും നൽകുന്നതാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതിന് മുന്നോടിയായിട്ട് നമ്മളോട് സംസാരിക്കുന്നതിലേക്കായി BJPയുടെ സംസ്ഥാന അധ്യക്ഷനും NDAയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷകരമായ ദിവസമാണ്. ഇന്ന് NDAന്റെ ഭാഗമായി 2020 ജോയിൻ ചെയ്യുന്നു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ 2020 സാബുജിയും ഒഫീഷ്യലായിട്ട് PM-ന്റെ പ്രസൻസിൽ NDAന്റെ ഭാഗമാവും. എനിക്ക് 2-3 കാര്യം ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് NDA മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം, വിശ്വാസ സംരക്ഷണം, സുരക്ഷിത കേരളം, ഇത് ഞങ്ങൾ മുമ്പോട്ട് വെച്ച് നാടിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ആണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് കൃത്യമായി ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്. ഈ പൊളിറ്റിക്കൽ കൾച്ചർ, വിവാദങ്ങളുടെ പൊളിറ്റിക്കൽ കൾച്ചർ, രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ നാടിനെ എത്ര കൊല്ലമായി ബാധിക്കുന്നു. ആ മാറ്റം കൊണ്ടുവരാൻ NDA മാത്രമേ ഒരു മുന്നണി ഈ വികസിത കേരളത്തിൻ്റെ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു മുന്നണി ആണെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ 2020 എന്ന പാർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചു കാലമായിട്ട് 2016 മുതൽ വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ അപ്പുറം സാബുജി ഈ നാട്ടിൽ ഒരു വളരെ ജോബ് ക്രിയേറ്റർ ആയ ഒരു ഓൺട്രപ്രണറുമാണ്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആക്യുമെനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനമുണ്ട്. മലയാളിയായ എനിക്ക് അഭിമാനമുണ്ട്.
അദ്ദേഹത്തെ ഈ സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെ പുറത്താക്കി തെലങ്കാനയിൽ പോയി 20,000 അവിടെ തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിച്ചു. അപ്പോൾ NDAൻ്റെ ഭാഗമായി 2020 ഇന്ന് വരുമ്പോൾ അത് NDAൻ്റെ ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം എല്ലാ മലയാളികളുടെ ആവശ്യമാണ് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ജോബ് ക്രിയേഷൻ ട്രാക്ക് റെക്കോർഡ് തുടരണം. വികസിത കേരളത്തിൻ്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി തുടരുന്നതെന്ന് ഞങ്ങളെല്ലാവരും ആവശ്യമാണ്, നാടിൻ്റെ ആവശ്യമാണ്. ഞാൻ കുറേ മാസമായിട്ട് പറഞ്ഞു, ഇതുവരെ നടന്ന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഈ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ഇത് നിർണായകമായ ഇലക്ഷനാണ്. നമ്മൾ എത്രയോ തവണ ഈ UDFും LDFനും മാറി മാറി ഭരിച്ച വിവാദ രാഷ്ട്രീയം കണ്ടതാണ്. അവരുടെ ഇക്കണോമിക് പോളിസീസ് ഒരു ഫെയിൽഡ് പോളിസീസാണ്. 10 കൊല്ലം ഭരിച്ച് LDF നാടിനെ നശിപ്പിച്ചു. അതിനു മുമ്പ് 2016 ജനങ്ങൾ UDFനെ പുറത്താക്കിയത് എന്തുകൊണ്ടാണ് അത് ആരും മറന്നിട്ടില്ല. അവരുടെ അഴിമതി, അവരുടെ അനാസ്ഥ, അവരുടെ കഴിവില്ലായ്മ അത് ജനങ്ങൾ മനസ്സിലാക്കി. 2016 അവരുടെ പ്രീണനം ജനങ്ങൾ മനസ്സിലാക്കി പുറത്താക്കി. ഇന്ന് 10 കൊല്ലം കഴിഞ്ഞിട്ട് LDFും അതന്നെ ചെയ്തത്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ NDAക്ക് നിർണായകമായ ഒരു പിന്തുണ ജനങ്ങൾ തരും. NDA മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് ജനങ്ങൾ പിന്തുണ തരും എന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വാസം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.